നമ്മുടെ ഇടിമിന്നലിൻ്റെ ദൈവമായ തോറിനോട് ഫൈറ്റ് ചെയ്യുവാനായി വെറും സാധാരണ മനുഷ്യനായ അയൺമാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ യുദ്ധവും റാഗനോർക്കും എല്ലാം കാരണം തോറിൻ്റെ നാടായ ആസ്ഗാർഡ് ഇല്ലാതെയാവുകയും പുള്ളിക്കാരൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിന്നീട് നഷ്ടപ്പെട്ടു പോയ എല്ലാത്തിനെയും തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ച തോർ നേരെ ഭൂമിയിലേക്ക് വന്നിട്ട് അമേരിക്കയുടെ കീഴിലുള്ള ഒക്ലഹോമ എന്ന സിറ്റിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തൻ്റെ പവർ ഉപയോഗിച്ച് തോർ ഒരു പുതിയ ആസ്ഗാർഡിനെ നിർമ്മിച്ച് അവിടെ ആ സ്ഥലത്ത് ആസ്ഗാർഡിനെ തോർ സ്ഥാപിച്ചു. അങ്ങനെ നശിച്ചുപോയ തൻ്റെ നാടായ ആസ്ഗാർഡിനെ തോർ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അവിടെയുള്ള ഒറ്റപ്പെട്ട ജീവിതം തോറിനെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ തൻ്റെ കൂട്ടുകാരെയെല്ലാം തിരികെ കൊണ്ടുവരാൻ തോർ തീരുമാനിക്കുകയാണ്. മരിച്ചുപോയ കൂട്ടുകാരെല്ലാം മനുഷ്യരായി പുനർജനിച്ചിട്ടുണ്ടെന്നറിഞ്ഞ തോർ അപ്പോൾ തന്നെ അവരെല്ലാം കണ്ടെത്തി പഴയ ഓർമ്മകൾ അവരിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മനുഷ്യരൂപത്തിൽ നിന്നും അവരെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ തോർ തൻ്റെ കൂട്ടുകാരെയെല്ലാം തേടി തോർ അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ആ യാത്രയിൽ ഒരു ടൗണിലേക്ക് തോർ ചെന്നതും അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് തോറിനെ കാണുവാനായി നമ്മുടെ അയൺമാനും പുറകെ വരികയാണ്. ഇപ്പോൾ അയൺമാൻ ആണെങ്കിൽ നീ മര്യാദയ്ക്ക് ഗവൺമെൻറ് പറയുന്നതെല്ലാം അനുസരിച്ച് ഗവൺമെൻറ് പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ഭൂമിയിലുള്ള ജനങ്ങളെ സഹായിക്കുവാൻ തയ്യാറാകണമെന്നും അതുകൊണ്ട് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുവാനായി ന്യൂ ഗവൺമെൻറ് രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന പേപ്പറുകളിൽ മര്യാദയ്ക്ക് ഒപ്പുവെച്ചിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുവാൻ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ നീ ഭൂമിയിൽ സ്ഥാപിച്ച ആസ്ഗാർഡിനെ എനിക്കും ഗവൺമെൻറ്റിനും ചിലപ്പോൾ നിന്നെക്കൊണ്ട് ബലം പ്രയോഗിപ്പിച്ച് അവിടുന്ന് മാറ്റേണ്ടി വരുമെന്നും കാരണം ഗവൺമെൻറ്റിൻ്റെ അധികാര കീഴിലുള്ള ഒരു സ്ഥലത്താണ് നിൻ്റെ ആസ്ഗാർഡ് ഇപ്പോൾ നിൽക്കുന്നതെന്നും അതുകൊണ്ട് ഗവൺമെൻറ്റിന് അത് അവിടുന്ന് മാറ്റുവാൻ അധികാരമുണ്ടെന്നും പക്ഷേ നീ ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് നിൻ്റെ ആസ്ഗാർഡ് അവിടുന്ന് മാറ്റേണ്ടി വരില്ല എന്നും എന്താണ് നിൻ്റെ അഭിപ്രായമെന്ന് തോറിനോട് അയൺമാൻ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അതെല്ലാം കേട്ട് നമ്മുടെ തോറിന് ഭയങ്കരമായി ദേഷ്യം വരികയാണ്. താൻ ഒരിക്കലും നിൻ്റെ പരട്ട ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യില്ല എന്നും എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എൻ്റെ അടുത്ത് വന്ന് ഇതെല്ലാം എന്നോട് പറഞ്ഞതെന്ന് അയൺമാനോട് പറഞ്ഞ് അയൺമാനെ തോർ തൻ്റെ ഇടിമിന്നലെല്ലാം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. മാത്രമല്ല പണ്ട് സിവിൽ വാർ നടന്ന സമയത്ത് താൻ പോലും അറിയാതെ തൻ്റെ ജനറ്റിക് കോഡ് എടുത്ത് അയൺമാൻ തൻ്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പറഞ്ഞും തോർ ഇപ്പോൾ അയൺമാനിട്ട് എടുത്തിട്ട് അടി കൊടുക്കുകയാണ്. താൻ പറഞ്ഞതൊന്നും തോർ ഒരിക്കലും അനുസരിക്കാൻ പോകില്ല എന്ന് മനസ്സിലായ അയൺമാൻ തോറിനിട്ട് തിരിച്ചടിക്കാൻ നോക്കിയെങ്കിലും അയൺമാൻ്റെ ഒരു അറ്റാക്ക് പോലും തോറിനെ ചെറുതായി വേദനിപ്പിച്ചു പോലുമില്ല. പകരം തോറിൻ്റെ അടുത്ത് നിന്നും ആവശ്യത്തിലധികം അടി കിട്ടി അയൺമാൻ ഇപ്പോൾ താഴെ വീഴുകയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ തോറാണെങ്കിൽ താൻ ഇനി ഒരിക്കലും തൻ്റെ പവേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് അയൺമാനോട് പറഞ്ഞ് വളരെ പവർഫുള്ളായി വലിയൊരു ഇടിമിന്നൽ അയൺമാനിട്ട് ചെറുതായി തോർ കൊടുത്തതും അപ്പോൾ തന്നെ ആ ഇടിമിന്നലേറ്റ് അയൺമാൻ്റെ ആർമറെല്ലാം ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ തോറിൻ്റെ അറ്റാക്കെല്ലാം ഏറ്റ് ആകെ തകർന്നടിഞ്ഞ് കിടക്കുന്ന അയൺമാൻ്റെ അടുത്തേക്ക് നമ്മുടെ തോർ ചെന്നിട്ട് തോർ അയൺമാൻ്റെ ആ മാസ്ക് വലിച്ചൂരി കളയുകയാണ്. എന്നിട്ട് തോറിനെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ടോണി സ്റ്റാർക്കിൻ്റെ മുഖം നോക്കിക്കൊണ്ട് തോർ ടോണിയോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും നിൻ്റെ പരട്ട ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യില്ല എന്നും മാത്രമല്ല തൻ്റെ ആസ്ഗാർഡിനെ ഒരിക്കലും താൻ എടുത്തുകൊണ്ട് വേറെ എങ്ങോട്ടും പോകില്ല എന്നും നിൻ്റെയും നിൻ്റെ ആ ഗവൺമെൻറ്റിൻ്റെയും ഭീഷണിയും പേടിപ്പേരും എല്ലാം വേറെ ആൾക്കാരുടെ അടുത്തേക്ക് മതിയെന്നും എൻ്റെ അടുത്ത് അത് വേണ്ട എന്നും ഇനി നീയും നിന്നെപ്പോലെയുള്ള മനുഷ്യന്മാരോ സൂപ്പർ പവറുകളുള്ള ആളുകളോ ഇനി നിൻ്റെ ആ ഗവൺമെൻറ്റോ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ആസ്ഗാർഡിലേക്ക് കയറി വന്നാൽ പിന്നെ ആരും ജീവനോടെ തിരിച്ചു പോകില്ല എന്നും ഈ ഗോഡ് ഓഫ് തണ്ടർ ശരിക്കും ആരാണെന്ന് എല്ലാവരും അറിയുമെന്നും ഈ കാര്യങ്ങളെല്ലാം നീ നിൻ്റെ ആ ഗവൺമെൻറ്റിനോട് കൂടി പറയണമെന്ന് തോർ അയൺമാനോട് പറയുകയാണ്. മാത്രമല്ല തനിക്ക് നിൻ്റെ ഈ ഗവൺമെൻറ്റിനോട് ഇപ്പോൾ വഴക്കിടുവാൻ നേരമില്ല എന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് തൻ്റെ വഴിയിലേക്ക് പ്രശ്നമുണ്ടാക്കുവാൻ ആരും വന്നേക്കരുതെന്നും ഞാനായിട്ട് അങ്ങോട്ടേക്ക് പ്രശ്നമുണ്ടാക്കാൻ വരില്ല എന്നും ഈ കാര്യങ്ങളും കൂടി നീ നിൻ്റെ ഗവൺമെൻറ്റിനോടും ആളുകളോടും നേരിട്ട് ചെന്ന് പറയണമെന്ന് തോർ അയൺമാനോട് പ്രത്യേകം പറയുകയാണ്. ഇപ്പോൾ അതെല്ലാം കേട്ട് അയൺമാന് ഭയങ്കരമായി പേടി വരികയാണ്. അങ്ങനെ ഇപ്പോൾ പേടിച്ച് പറിച്ചു പോയ അയൺമാൻ ആണെങ്കിൽ നീ പ്രശ്നമുണ്ടാക്കാൻ വരുന്നില്ലെങ്കിൽ തനിക്കും ഗവൺമെൻറ്റിനും നിന്നോട് യാതൊരു കുഴപ്പമില്ല എന്നും മാത്രമല്ല നിൻ്റെ ആസ്ഗാർഡിനെ ഒരു പ്രത്യേക എംബസിയായി അഥവാ ഭൂമിയിലെ ഒരു പുതിയ രാജ്യമായി പ്രഖ്യാപിച്ചാൽ തൻ്റെ ഗവൺമെൻറ്റിന് ആസ്ഗാർഡിൻ്റെ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല എന്നും അല്ലെങ്കിലും നീ ആ സ്ഥലം പൈസ കൊടുത്ത് ശരിക്കും മേടിച്ചതല്ലേ എന്നും മാത്രമല്ല ആസ്ഗാർഡ് ഭൂമിയിൽ തൊടാതെ ആകാശത്ത് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിന് ആസ്ഗാർഡിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും അയൺമാൻ തോറിനോട് പറയുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോർ ഒക്ലഹോമ എന്ന സിറ്റിയുടെ അടുത്തുള്ള സ്ഥലത്ത് ആസ്ഗാർഡിനെ സ്ഥാപിച്ചപ്പോൾ അങ്ങോട്ടേക്ക് 2 പോലീസുകാർ വന്നിട്ട് തോറിനോട് ഈ സ്ഥലം വേറെ ഒരാളുടെ പേരിലുള്ളതാണെന്നും അതുകൊണ്ട് ഇവിടെ നീ നിൻ്റെ ഈ കൊട്ടാരവും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് തോറിനോട് പറഞ്ഞപ്പോൾ ആ പോലീസുകാർ പറഞ്ഞതിൽ കാര്യമുള്ളത് കൊണ്ട് നമ്മുടെ തോറാണെങ്കിൽ തൻ്റെ പവർ ഉപയോഗിച്ച് ആ മുഴുവൻ ആസ്ഗാർഡിനെയും ആ സ്ഥലത്ത് നിന്ന് 2-4 അടി ഉയരത്തിൽ ആകാശത്തേക്ക് പൊക്കി ഉയർത്തി സ്ഥാപിച്ചിരുന്നു. അങ്ങനെ അവിടെയുള്ള
സ്ഥലത്തെ ഭൂമിയിൽ തൊടാത്ത രീതിയിൽ ആസ്ഗാർഡിനെ തോർ ആകാശത്ത് പൊക്കി നിർത്തിയത് കൊണ്ട് നിയമപ്രകാരം അതൊരു തെറ്റല്ലാത്തത് കൊണ്ട് ആ പോലീസുകാർ അവിടെ നിന്ന് പോയി. മാത്രമല്ല പിന്നീട് അങ്ങോട്ടേക്ക് വന്ന ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ തൻ്റെ സ്ഥലത്തിൻ്റെ മുകളിൽ നിൻ്റെ ഈ കൊട്ടാരവും മറ്റും നിൽക്കുന്നത് കാരണം തനിക്ക് ഈ സ്ഥലം ഒരിക്കലും വിൽക്കുവാൻ സാധിക്കില്ല എന്നും ഒന്നെങ്കിൽ നീ ഈ സ്ഥലം മേടിക്കണമെന്നും അല്ലെങ്കിൽ നിൻ്റെ ഈ കൊട്ടാരവും എല്ലാമായി വേറെ എങ്ങോട്ടെങ്കിലും നീ പോകണമെന്ന് സ്ഥലത്തിൻ്റെ ഓണർ തോറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ആ ഓണറിനെ കൊട്ടാരത്തിലെ ഖജനാവിലേക്ക് കൊണ്ടുപോയി അയാൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്വർണവും മറ്റും അയാൾക്ക് നൽകി ആ ഓണറിൻ്റെ കയ്യിൽ നിന്നും തോർ ആസ്ഗാർഡിൻ്റെ താഴെയുള്ള സ്ഥലം മുഴുവൻ സ്വന്തമായി മേടിച്ചു. അങ്ങനെ ഈ ആസ്ഗാർഡ് താഴെയുള്ള സ്ഥലത്തു നിന്നും ആകാശത്ത് പൊങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ അയൺമാൻ തോറിനോട് പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ അയൺമാൻ ആണെങ്കിൽ നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞോളാമെന്ന് തോറിനോട് പറഞ്ഞിട്ട് തൻ്റെ ആർമർ തകർന്നു പോയതുകൊണ്ട് താൻ എങ്ങനെ തിരിച്ചു പോകുമെന്ന് തോറിനോട് അയൺമാൻ ചോദിച്ചതും നിന്റെ 2 കാലുകൾക്കും യാതൊരു കുഴപ്പവുമില്ലല്ലോ എന്നും അതുകൊണ്ട് നടന്നു പോയാൽ മതിയെന്ന് തോർ അയൺമാനോട് പറയുകയാണ്. മാത്രമല്ല ഇനി നീ എൻ്റെ വഴിയിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ നീ എൻ്റെ കൂട്ടുകാരനായിരുന്നെന്ന കാര്യം ഞാൻ ഒരിക്കലും ആ സമയത്ത് ഓർക്കില്ല എന്ന് അയൺമാനോട് തോർ പ്രത്യേകം പറയുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അതെല്ലാം കേട്ട അയൺമാൻ അവിടുന്ന് നടന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.